ആരിഫ്, ഇന്ത്യയിൽ സെക്യുലർ മുസ്ലിംസ് ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മാത്രം എടുക്കാം, ലോകത്തും മുസ്ലിംസ് എടുക്കുന്നില്ല. ഉണ്ട്. ഇന്ത്യയിൽ സെക്യുലർ മുസ്ലിം ഉണ്ടോ? ഇപ്പൊ കേരളത്തിലെ മുസ്ലിം ലീഗ് ആയാൽ പോലും അവിടെ അവർ സെക്യുലറിസം പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പം ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറുകയാണെങ്കിൽ അവിടെയുള്ള മുസ്ലിംസ് ഒക്കെ ഒരു സെക്യുലർ മുസ്ലിം ആയിരിക്കുമോ? അങ്ങനെയാ ഉണ്ടാവുക? അല്ലെങ്കിൽ ഇന്ത്യയിൽ ശരിക്കും സെക്യുലർ മുസ്ലിംസ് മുസ്ലിം ഉണ്ടോ? മുസ്ലിം ലീഗ് സെക്യുലറിസത്തിന് വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല. അവരുടെ രാഷ്ട്രീയമാണ് പറയുന്നത്. അതിൽ അവർ സെക്യുലറിസത്തെ കുഴിച്ചുമൂടേണ്ട സമയങ്ങളിൽ കുഴിച്ചുമൂടുന്നുണ്ട്. അപ്പോൾ 100% സെക്യുലർ ആയിട്ട് നിലനിൽക്കുന്ന ഒരു രീതിയൊന്നും മുസ്ലിം ലീഗിനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ മാറ്റി വെക്കുക. പക്ഷേ സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഈ തരം തീവ്രവാദത്തേക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ അഡ്രസ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. എന്നാൽ വളരെയധികം നിസ്സഹായരായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? കാരണം അവരെ റെപ്രസെന്റ് ചെയ്യുന്നു, അവരെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം മത നേതാക്കളും രാഷ്ട്രീയക്കാരും അവർക്ക് വേണ്ട പണി എടുക്കുന്നു എന്ന് ഒരു പൊതുവേദിയിൽ വന്ന് പറഞ്ഞ് വിളമ്പി നടക്കുന്ന ഇവിടുത്തെ പുരോഗമനം പറയുന്ന ആളുകളായാലും എല്ലാം ചെയ്തു വെക്കുന്നത് സത്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്ന പരിപാടിയാണ്. ഇസ്ലാമിസത്തിനാണ് അവർ കുടപിടിക്കുന്നത്. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സഹായരായിട്ട് കണ്ടു നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി ഉണ്ടാക്കണം. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ആ വഴി എവിടെ ഉണ്ടാക്കാൻ കഴിയാം? ആ വഴി ഉണ്ടാക്കാൻ കഴിയാം ഇവിടുത്തെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള പാർട്ടികൾക്ക് സാധിക്കും. അതിനിപ്പോൾ കോൺഗ്രസിന് സാധിക്കോ, BJPക്ക് സാധിക്കോ, കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കോ എന്നുള്ളത് ഞാൻ പറയാം എല്ലാവർക്കും സാധിക്കും. പക്ഷേ അതിന് മെനക്കെടുണ്ട്. ആ മെനക്കെട് എന്താണ്? തീവ്രവാദത്തെ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കണം. അവരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇവിടെ അത് പറ്റുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ ഏതെങ്കിലും വശത്തിൽ ഒരു തീവ്രവാദ ചോയുള്ള എന്തെങ്കിലും ഒരു സാധനത്തെ കണ്ടാൽ ഓൺ ദ സ്പോട്ട് നമ്മൾ എന്താ പറയുന്നത്? മുസ്ലിങ്ങളെ കരിവാരിത്തേക്കുന്നു, മുസ്ലിമിനെ ഒറ്റപ്പെടുത്തുന്നു, അവരെ അപരവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ തീവ്രവാദത്തിനും തീവ്രവാദികൾക്കും കൊട ചൂടുന്ന പണിയല്ലേ നമ്മളിവിടെ കണ്ടുവരുന്നത്. അതല്ലെങ്കിൽ ഇനി ഏതൊരു വിഷയം നമ്മൾ കണ്ടത് മതത്തിന്റെ പ്രശ്നമാണെന്ന് പറയാൻ എത്ര രാഷ്ട്രീയക്കാർക്ക് ഇവിടെ സാധിക്കും? അവരെപ്പോഴും പറയുന്നത് മതത്തിന് കുഴപ്പമൊന്നുമില്ല, ചില വിശ്വാസികളുടെ കുഴപ്പമാണെന്നല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആ പറച്ചിലൊക്കെ ഇവിടെ ഒന്ന് തീരണം. ആ പറച്ചിൽ മാറ്റി പറഞ്ഞ് മതത്തിനാണ് കുഴപ്പം, മുസ്ലിങ്ങൾ ആ മതത്തിന്റെ ഇരകളാണ്, ആ വിശ്വാസികളെയാണ് നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത്, അവരെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താണ് വേണ്ടത്, അതിനുള്ള ശ്രമമാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറയാനും നിങ്ങൾക്കുള്ള നിയമമാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത് എന്നും പറഞ്ഞു വെക്കാനും ഇപ്പോൾ വഖഫിന്റെ ആയാലും അതല്ലെങ്കിൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ആയാലും ഒക്കെ നമുക്ക് ആ രീതിയിലൊരു ഡിസ്കഷൻ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ലല്ലോ. ഒരു തരത്തിൽ മുസ്ലിമിനെ ബാധിക്കാത്ത, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ബാധിക്കാത്ത പൗരത്വ ഭേദഗതി ആ ബില്ല് അത് ഇവിടെ പറഞ്ഞു പരത്തിയത് എങ്ങനെയാണ്? ഇവിടുത്തെ മുസ്ലിമിനെ രാജ്യം പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമാണെന്ന് പറഞ്ഞ് പരത്തിയത് ആരാണ്? അത് വെച്ചുകൊണ്ട് ഇവിടെ വോട്ട് നേടാൻ ശ്രമിച്ചതാരാണ്? അത് വെച്ച് കൂടുതൽ മുസ്ലിങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതാരാണ്? ഇങ്ങനെ ചെയ്യുന്ന ആളുകളിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിലെ ശരിയായ രീതിയിൽ ചിന്തിക്കുന്ന ബോധമുള്ള മുസ്ലിമിനെ വേർതിരിച്ച് ഫിൽട്ടർ ചെയ്ത് മാറ്റാനുള്ള എന്ത് വഴി അവർ ഉണ്ടാക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സാധിക്കില്ല. അതാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയാക്കാണ് ഇതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള നമ്മൾ പോലുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ പറയാം. അത് വന്നു കഴിയുമ്പോൾ അവർ വേണമെങ്കിൽ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കോ അതല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും അത്തരം ആളുകൾക്ക് വോട്ട് കൊടുക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അവർ വോട്ട് ചെയ്യാൻ കൂടുതൽ സാധ്യത BJPക്കാണ്. നിലവിലെ സാധ്യത അതാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക പല ആളുകളും ഇസ്ലാം മതത്തിന്റെ പ്രശ്നം തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണോ അവർ കൂടുതലും ചായാൻ സാധ്യതയുള്ളത് BJPയോടാണ്. കാരണം അവർ നോക്കുമ്പോൾ ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ, ഇസ്ലാമിലെ വിഷയങ്ങൾ, ഇസ്ലാമിക തീവ്രവാദത്തേക്ക് അഡ്രസ് ചെയ്യുന്നത് അത് BJP മാത്രമാണോ എന്നുള്ള രീതിയിലേക്ക് അവർ മുന്നിൽ വന്ന് ഭവിക്കുകയാണ്. ഇതാണ് അവിടെ കാണുന്നത്. ഇനി അങ്ങനെ ഒരു അതിന് അഡ്രസ് ചെയ്യുന്ന ഒരു രീതി ഇവിടുത്തെ കോൺഗ്രസ് ചെയ്തു നോക്കട്ടെ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്താ അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത്?